വൈദ്യുതി മേഖലയുടെ പരിഷ്കരണത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഉപാധികൾ അംഗീകരിച്ചാൽ സംസ്ഥാനത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 0.5% അധികം കടമെടുക്കാൻ അനുവദിക്കുന്ന പദ്ധതി കേന്ദ്രം നടപ്പിലാക്കിയിരുന്നു. ഇതുവഴി KCBയുടെ എത്ര കോടി നഷ്ടമാണ് സർക്കാർ ഏറ്റെടുത്തത് എന്നും ഇതുമൂലം വൈദ്യുതി ഉപഭോക്താക്കൾക്ക് അധിക ഭാരമുണ്ടാകുമോ എന്നും വ്യക്തമാക്കുമോ? യെസ് മിനിസ്റ്റർ. എന്താ സാർ ഒന്നുകൂടി കേൾക്കട്ടെ. കേന്ദ്ര നയം സ്വീകരിക്കാത്തതിൻ്റെ ഭാഗമായി എത്ര നഷ്ടം സംഭവിച്ചു? അതാണ് ചോദ്യം. അതെ അതെ, അതല്ല, ഒന്നുകൂടി ചോദിച്ചു അഷ്റഫ്. സർ, ആ പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി, സാറെന്ന് വിളിക്കണ്ട, ബാക്കി പറഞ്ഞാൽ മതി. വൈദ്യുതി മേഖലയുടെ പരിഷ്കരണത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഉപാധികൾ അംഗീകരിച്ചാൽ സംസ്ഥാനത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 0.5% അധികം കടമെടുക്കാൻ അനുവദിക്കുന്ന പദ്ധതി കേന്ദ്രം നടപ്പിലാക്കിയിരുന്നു. ഇതുവഴി KCBയുടെ എത്ര കോടി നഷ്ടമാണ് സർക്കാർ ഏറ്റെടുത്തത് എന്നും ഇതുമൂലം വൈദ്യുതി ഉപഭോക്താക്കൾക്ക് അധിക ഭാരം ഉണ്ടാകുമോ എന്നുമാണ് ചോദ്യം. ഞാനതിൽ നേരത്തെ പറഞ്ഞു, അതിൽ അവർ പറയുന്നത് സർക്കാരിൻ്റെ കുടിശ്ശിക വെക്കാൻ പാടില്ല എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ധനകാര്യ വകുപ്പ് തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 764 കോടി രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ധനകാര്യ വകുപ്പ് അതുകൊണ്ട് നമുക്ക് മറ്റ് പ്രശ്നങ്ങൾ വരില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, KCBക്ക് വരുമാനത്തിൽ വർധന വന്നിട്ടും കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ബജറ്റിലടക്കം മിനിസ്റ്റർ അടക്കം സാമ്പത്തിക പ്രയാസം പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് KCBയുടെ ചെയർമാൻ ഒരു സർക്യുലർ എല്ലാ KCB താഴെത്തട്ടിലേക്ക് അയച്ചതായി കണ്ടു. അദ്ദേഹം പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, ശമ്പളം കൊടുക്കാൻ പോലും പ്രയാസപ്പെടുന്ന ഒരവസ്ഥ വരും, അതുകൊണ്ട് എല്ലാ പ്രോജക്റ്റുകളും നിലവിലുള്ളത് നിർത്തലാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സർക്യുലർ അയച്ചതെന്നും പിന്നീട് സർക്കാർ അതറിഞ്ഞ് അത് റദ്ദ് ചെയ്തുമെന്നുള്ള ഒരു വാർത്ത കേട്ടിട്ടുള്ള സത്യമാണോ? വിശദീകരിക്കുമോ? ഞാൻ അതിനെക്കുറിച്ച് മറുപടിയിൽ പറഞ്ഞു. അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ട് അന്വേഷിച്ച ശേഷം മറുപടി കിട്ടിയ ശേഷം എന്താ നടപടി?